ലോകമെമ്പാടും ക്രിസ്മസ് ദിനം ആഘോഷിക്കുന്ന അവരുടെ നടുവിൽ ചുരുക്കം പേരായി ഹല്ലേലൂയ ഈ സന്ദേശം കേൾക്കുവാൻ ഈ സമയം ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ക്രിസ്മസ് എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു സംഘടനയുടെയോ ഒരു സഭയുടെയോ ഒരു രാജ്യത്തിന്റെയോ ഹല്ലേലൂയ സന്തോഷമല്ല. ക്രിസ്മസിനെ കുറിച്ചായി ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകത്തിന്റെ മുഴുവൻ സന്തോഷമാണ്. ഹല്ലേലൂയ. മുഴുവൻ ലോകത്തിന്റെ സന്തോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണോ? ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ വേദനകൾ സന്തോഷമായി മാറും. കണ്ണുനീരുകൾ ആനന്ദമായി മാറും. ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തിന്റെ ദൂതന്മാർ തന്നെ പറഞ്ഞു, ഹല്ലേലൂയ, ലോക ജനത്തിനുണ്ടാകുവാനുള്ള മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഹല്ലേലൂയ. അവയെ വ്യക്തികളുടെയോ ഹല്ലേലൂയ ഒരു വിവാഹത്തിന്റെയോ ഒരു സഭയുടെയോ ഹല്ലേലൂയ പറയുവാൻ ആഘോഷിക്കുവാനുള്ളതല്ല ക്രിസ്മസ്. ഹല്ലേലൂയ. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് ക്രിസ്തു ജനിച്ചു എന്നുള്ളത്. ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തിന്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. യേശുവിന്റെ ജനനത്തിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിക്കുന്ന ദൈവമേ, നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും. ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തെ വിശ്വസിക്കുന്ന ദൈവമേ, നിന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറും. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം പ്രത്യേകതയായി മാറുവാൻ ഒരു അത്ഭുതമായി മാറുവാൻ കാരണം എന്താ? ഹല്ലേലൂയ. യേശുവിന്റെ മാത്രം പ്രത്യേകതയാണ് കന്യകാ ജനനം എന്നുള്ളത്. ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിയും ദൈവങ്ങളെ അവകാശപ്പെടുന്ന ഒരു വ്യക്തിയും കന്യാകയിലൂടെ ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തു ജനിക്കുന്നതിനും 6000 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ യെശയ്യാവ് പ്രവചിച്ചു, അത്ഭുതമന്ത്രിയായി, വീരനായ ദൈവമായി, സമാധാനത്തിന്റെ പ്രഭുവായി അവൻ ഈ ലോകത്തിലേക്ക് വരുമെന്നുള്ളത്. ഹല്ലേലൂയ. യേശു എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. ഹല്ലേലൂയ ഒരു പഴഞ്ചൻ കഥയല്ല. എന്നും നിലനിൽക്കുന്നതും ഒരിക്കലും മാറാത്തതുമായ സത്യമാണ് ജീസസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്ന പ്രിയമുള്ളവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയുന്നത് ജനനം പ്രത്യേകമായിരുന്നു, ജീവിതം പ്രത്യേകമായിരുന്നു. ഹല്ലേലൂയ. ഒത്തിരി പ്രത്യേകതകളൂടെയായിരുന്നു യേശുവിന്റെ ജീവിത ശൈലിയില്ല. മരണമെന്നോ എന്തിനു പറയേറെ പറയുന്നു, ഹല്ലേലൂയ ഒരിക്കലും അടക്കി വെക്കുവാൻ പറ്റാത്ത ഉയർപ്പിലൂടെ മൂന്നാമത്തെ ദിവസം യേശു പുനരുത്ഥാനം ചെയ്ത് പുറത്തു വരുവാനിടയായി. ഹല്ലേലൂയ. യേശു ക്രിസ്തു പറഞ്ഞിട്ട് പോയി, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഈ ലോകത്തിൽ ഒരു വ്യക്തിയും പറയാത്ത വാഗ്ദത്തം ദൈവസഭയ്ക്ക്, ദൈവ കുടുംബങ്ങൾക്ക് തന്നിട്ടാ പോയത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഹല്ലേലൂയ. ഇനി നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. യേശുവിന്റെ ജനനത്തെ വിശ്വസിക്കുന്ന ദൈവമേ, യേശുവിന്റെ വരവിനായി നീ ഒരുങ്ങിക്കോ. ബൈബിളിൽ എന്തിനേറെ പറയുന്നു, ഒത്തിരി പ്രവചനങ്ങൾ യേശു ക്രിസ്തു ജനിക്കുന്നതിനും യുഗങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ പ്രവാചകന്മാർ പ്രവചിച്ചു. കാലത്തിന്റെ തികവിൽ കന്യകാ മറിയമിലൂടെ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് സകല സ്വർഗീയ മഹിമകളും വെടിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലോട്ട് കടന്നു വന്നു. എന്തിനു വേണ്ടിയാണ് കടന്നു വന്നു എവിടെയെന്ന് പലപ്പോഴും ആ സത്യം മനസ്സിലാക്കാതെ മനുഷ്യർ ഇന്ന് സ്വയസ്നേഹികളായി, വന്നു പറയുന്നവരായി, രാഷ്ട്രീയക്കാരായി, തന്നിഷ്ടക്കാരായി, അഹങ്കാരികളായി, ദൂഷകന്മാരായി പാപവഴിയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമേ, ക്രിസ്തു ആഘോഷിക്കുകയും ക്രിസ്മസിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ടത് യേശു നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ. ഹല്ലേലൂയ. യേശുവിനെ പറഞ്ഞ അനുഭവങ്ങളിലൂടെയാണോ നാം ഇന്ന് ജീവിക്കുന്നത്? ഹല്ലേലൂയ. യേശു ലോകത്തിൽ അറിയുന്നപ്പോൾ യേശുവിന്റെ ഉപദേശങ്ങളെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ.
ഫിലിപ്പിയർ 1:6 പറയുന്നു, അവൻ ദൈവ രൂപത്തിലിരിക്കെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപമെടുത്ത് അവൻ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവമായിരുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ സന്നിധാനത്തിൽ അവനെ സകല മഹിമകളെ വെടിഞ്ഞുകൊണ്ട് സാക്ഷാൽ ഒരു മനുഷ്യനായി, സാക്ഷാൽ ഒരു ദാസനായി അവനെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമായിരുന്നവൻ അവനെ ഈ ലോകത്തിൽ ചരിക്കുമ്പോൾ രാജാക്കന്മാരുടെ കുടുംബത്തിൽ ചരിക്കാമായിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം തികച്ചും വ്യത്യസ്തമെന്ന് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1 മുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ ദൈവം എവിടെ ആദ്യമായിരുന്നു? യേശു ക്രിസ്തു ആരോടൊപ്പമായിരുന്നു? ഹല്ലേലൂയ. അവിടെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നു, അവൻ ആദിയിൽ അവരോട് കൂടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് യേശു പൂർണ്ണ ദൈവമായി ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്തിനാണ് ഈ താണലോകത്തിലേക്ക് വന്നത്? ഹല്ലേലൂയ. എന്തിനാണ് മനുഷ്യവർഗത്തിന് വേണ്ടി അവരെ നല്ലവരാക്കി മാറ്റുവാൻ, അവരെ പാപത്തിൽ നിന്നും പാപക്ഷമ നൽകി അവരെ ദൈവമുള്ളവരെ ജീവിക്കുവാൻ ദൈവം കൊടുത്ത ഏക മാർഗമായിരുന്നു യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യ സാദൃശ്യത്തിലായി. ഹല്ലേലൂയ. 1 തീമോഥെയോസ് 1:15 പറയുന്നു, ക്രിസ്തേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ലോകം മുഴുവനും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്കും പാപമോചനം ലഭിക്കത്തില്ല. അവന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവത്തോടൊപ്പമായിരുന്ന മനുഷ്യൻ പാപം ചെയ്ത് അവനെ കൊള്ളരുതാത്തവരായി കൽപ്പനകളെ ലംഘിപ്പിച്ചപ്പോൾ, നിയമങ്ങൾക്ക് വിരുദ്ധമായി അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം അവരെ പുറത്താക്കുമ്പോൾ ഹല്ലേലൂയ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പല സംവിധാനങ്ങൾ അവർ കണ്ടുപിടിക്കുവാനിടയായി. മഗ്നരെന്ന് കണ്ടപ്പോ അവരെ തേജസ് അവരെ വിട്ടുപോയെന്ന് കണ്ടപ്പോ ഹല്ലേലൂയ അവരെയാണ് ഉന്നിത്തുവാൻ അവർ ആരംഭിച്ചു. അവർ ദൈവത്തിന്റെ ഒച്ച കേട്ടപ്പോ അവർ ഒളിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്തിനേറെ പറയുമോ, ദൈവം അവരെ തോട്ടത്തുനിന്ന് പുറത്താക്കുവാനിടയായി. ഹല്ലേലൂയ. അതിനുശേഷമായി യാഗങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ബൈബിൾ പഠിക്കുമ്പോൾ മുമ്പോട്ട് പോകാനായി നമുക്ക് കാണാം. ഇന്നും ഭൂമിയിൽ ജീവിക്കുന്ന ജനം അവരെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മലകൾ കയറാറുണ്ട്. സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മെഴുകുതിരികളും ചെറിയ ചെറിയ വെളിച്ചങ്ങളും അവരെ പ്രസാദിപ്പിക്കുവാൻ വയ്ക്കാറുണ്ട്. ഹല്ലേലൂയ. തീർത്ഥാടന കേന്ദ്രങ്ങൾ പോകാറുണ്ട്. ജീവിതത്തിൽ രക്ഷയ്ക്ക് വേണ്ടി മന്ത്രവാദങ്ങൾ ചെയ്യാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരേ, ഹല്ലേലൂയ. യേശുവിനൊന്നും വേണ്ട. ഹല്ലേലൂയ. യേശുവിനെ നിന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുവാൻ നീ തയ്യാറായാൽ നിന്റെ ഉള്ളത്തിനകത്ത് ക്രിസ്മസ് വരും. ഹല്ലേലൂയ. അതാ യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത്. യേശുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി നീ താണലോകത്തിലേക്ക് വന്നു എന്നതും നീ മരിച്ചു ജീവിക്കുന്ന ദൈവം യാഥാർത്ഥ്യമെന്നും ആർക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ അവരെ രക്ഷിക്കുന്നതാണ് യേശുവിന്റെ മാർഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല. ഈ ഭൂമിയിൽ വിശുദ്ധനെന്ന് പറയുവാൻ ഒരു വ്യക്തിയുമില്ല. ഒരിടത്തും രക്ഷയില്ലാതിരിക്കുമ്പോൾ യേശുവിന് മാത്രമാണ് രക്ഷ. മാനവവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുവാനിടയായി തീർന്നു. ആരാ യേശുവിൽ വിശ്വസിക്കുന്നുവോ അവൻ മാത്രമല്ല അവരുടെ കുടുംബം മുഴുവനും അവരെ രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിന്നെ രക്ഷയിലേക്ക് നയിക്കുവാൻ, നിന്റെ കുടുംബത്തെ ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഹല്ലേലൂയ വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവേ ഈ ലോകത്തിലെ മാധ്യമങ്ങൾ കൊണ്ട് എന്നെ രക്ഷിക്കാൻ കഴിയില്ല, യേശുവിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ആരേശുവിനോട് പ്രാർത്ഥിക്കുമോ ഹല്ലേലൂയ അവന്റെ വിഷയത്തിനകത്ത് സ്വർഗം തീർപ്പ് കൽപ്പിച്ചിരിക്കും. ഹല്ലേലൂയ അവരുടെ വിഷയത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെട്ടിരിക്കും. ഈ ലോകത്തെ കാണുന്ന
ദൈവത്തിലൂടെ ഉളവായി എന്ന് വചനം പറയുന്നു. 1 യോഹന്നാൻ 3:3 പറയുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടെ ഇല്ലാതെ ഒന്നും ഈ ലോകത്തിൽ ഉളവായിട്ടില്ല. നമ്മെ നിന്റെ പ്രശ്നത്തെ പരിഹാരമാണോ വലുത്? യേശുവാണോ വലുത്? ഒരു മനുഷ്യവർഗത്തിന് വേണ്ടിയതല്ല അവരെ സ്വർഗം ഉളവാക്കി എന്ന് ബൈബിൾ പറയുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന സ്നേഹിതരെ, അവരെ ഈ സുവിശേഷം ഇന്ന് പകൽ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം അവൻ ഉളവാക്കി കഴിഞ്ഞു. അവനെ കൂടാതെ ഒന്നും ഈ ലോകത്തിൽ ഉളവായതേ ഇല്ല. ഫിലിപ്പിയർ 2:5 നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഇന്ന് മധ്യസ്ഥന്മാരെ തേടി നടക്കുന്ന അനേകരെ കാണാം. എന്നെ കേൾക്കുന്ന ദൈവമേ, നിന്റെ എല്ലാ വിഷയത്തിനും മധ്യസ്ഥനായി യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. അവനോട് അടുത്ത് വന്ന് നിന്റെ സങ്കടങ്ങളൊന്നും പങ്കുവച്ചാൽ നിന്റെ സങ്കടങ്ങളെല്ലാം സന്തോഷമാക്കി തരുവാൻ ഈ യേശു ഇന്ന് ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ മരണം ജനനം എങ്ങനെയായിരുന്നു എന്ന് ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഇതുവരെ തിരുത്തി എഴുതിയിട്ടില്ല. ലോകത്തിലെ അനേക പുസ്തകങ്ങൾ തിരുത്തി എഴുതിയെങ്കിലും ഇന്നും നിലനിൽക്കുന്നതും വരും തലമുറകൾക്ക് അടയാളമായും അവർക്കനുസരിച്ച് മുമ്പോട്ട് പോകേണ്ട എല്ലാ നിയമങ്ങളും പ്രമാണങ്ങളും നൽകിയിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് മത്തായി എഴുതിയ പുസ്തകത്തിലേക്ക് അതിന്റെ 8-ാം അധ്യായത്തിന്റെ തുടക്കം തന്നെ യേശുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു എന്ന് 1:18 നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിലെ ചരിത്രത്തെ പോലും ഏടിയെന്നും ബിസിയെന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ഇന്നും ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമായി നിൽക്കുകയാണ്. അവനെ കൂടാതെ ഒന്നോ ഈ ലോകത്തിലുള്ളവായിട്ടില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, ചരിത്രത്തെ പോലും മാറ്റിയത് യേശുവിന്റെ ജനനമെങ്കിൽ യേശുവിനെ നീ സ്വീകരിച്ചാൽ നിന്റെ ജീവിതത്തിലാകെ മാറ്റം വന്നിരിക്കും. പഴയതും മാറി ക്രിസ്തുവിനെ ധരിക്കുന്നതാണ് ക്രിസ്മസ് ദിനം. ദിവസത്തിന് ബൈബിളിൽ പ്രത്യേകതയില്ല. മനുഷ്യന് പുറമേ കണ്ട് വിധിക്കുമ്പോൾ മനുഷ്യൻ തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ സ്വർഗം ഇന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു ഒരു ദിവസം ജനിച്ചത് സത്യമാ. ദിവസത്തിന് ബൈബിളിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ബൈബിളിൽ ദിവസം എഴുതി വെച്ചിരുന്നു എങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ജനവും ആ ദിവസത്തെ ആഘോഷിക്കുമായിരുന്നു. യേശു ജനിച്ചത് യാഥാർത്ഥ്യമാണ്. അവനോട് മാത്രമേ പാപക്ഷമയുള്ളൂ. ആ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവകുഞ്ഞ് അവരെപ്പോഴും നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് അവർ യേശുവിനെ വഹിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. അതാണ് നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്തു ഒരു മനുഷ്യന്റെ ഉള്ളിലില്ലാതെ എത്ര തന്നെ ക്രിസ്മസ് ആഘോഷിച്ചാലും എത്ര തന്നെ ക്രിസ്മസ് ഉണ്ടെന്ന് അഭിനന്ദിച്ചാലും ഒരു പ്രയോജനവുമില്ല. ക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ഈ വിന്മയമായ ശരീരം എന്ന് നഷ്ടപ്പെട്ടു പോയാലും നശിക്കാത്ത ഒരു ശരീരവുമായി ഞാൻ യേശുവപ്പയോടൊപ്പം ഇരിക്കും. പ്രത്യാശ ദൈവസഭയ്ക്ക് ദൈവം തന്നിട്ടുണ്ട്. മത്തായി ആരംഭവാക്യം തന്നെ അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി പുത്രന്മാരാൽ ജനിക്കപ്പെട്ടു എന്ന് അതിന്റെ 16-ാം വാക്യത്തിൽ നമുക്ക് വരെ കാണാൻ കഴിയും. അവസാനം പറയുന്നു യേശു ജനിച്ചു. അനേകരെ ജനിപ്പിച്ചു എന്ന് 41 തലമുറ പറയുമ്പോൾ 42-ാമത്തെ തലമുറയായി യേശുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത്? കന്യയായി പരിശുദ്ധാത്മാവിനാൽ അവൻ ഉത്പാദിതമായി എന്ന് ബൈബിൾ പറയുന്നു. യോഹന്നാനിൽ പറയുന്നു രക്തത്താലല്ല, ജനത്താലല്ല, മനുഷ്യരാലല്ല യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് ആത്മാവിനാലത്രേ. പരിശുദ്ധ
അറിയാം. ഇന്ന് പകൽ നിന്റെ തീരുമാനങ്ങളെല്ലാം യേശുവിന്റെ ഉള്ള തീരുമാനങ്ങളായിരിക്കട്ടെ. ദൂതനവിടെ പ്രത്യക്ഷനായിട്ട് പറയുന്നു, നീ മഴയെ ഉപേക്ഷിക്കണ്ട. ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹം ഇന്ന് പകൽ യേശു പറയുന്നു, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവിടെ 21 പറയുന്നു, അവളൊരു മകനെ പ്രസവിക്കും. തന്റെ ജനത്തിന്റെ പാപത്തിന്റെ രക്ഷയ്ക്കായി നീ യേശു എന്ന് പേരിടണം. യേശു ജനിക്കുന്നതിന് മുമ്പ് യേശു എന്ന് പേരിടണമെന്ന് പ്രവാചകനിലൂടെ അഥവാ ദൈവദൂതനിലൂടെ പറയുവാനിടയാക്കിയിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നിന്റെ ഓരോ ചലനങ്ങളിലും നിനക്ക് സന്ദേശം തരുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിലകളിൽ ഇതുവരെ നടത്തിയത് ദൈവത്തിന്റെ സാന്നിധ്യമല്ലേ. ആ സന്ദേശം കേട്ട ദൈവത്തിന്റെ സന്ദേശത്തെ ശിരസാൽ വഹിക്കുവാനിടയായി. ഈ സന്ദേശമായിട്ട് നോക്കുമ്പോൾ ബൈബിളിൽ ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എവിടെ ജനിക്കണമെന്നുള്ളത് പോലും മീഖാ 2:5 നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നീയോ ബെത്ലഹേം ഇസ്രായേലിന്റെ അധിപതിയായവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ചെറിയ രാജ്യമായാലും ദൈവം വലുതിനെയല്ല തെരഞ്ഞെടുത്തത്, നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. നിന്റെ കുടുംബവും നിന്റെ തലമുറ ചെറുതായാലും നീ ദൈവത്തിനോട് നിന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും അധിപതിമാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. സാധാരണ ഒരു വ്യക്തിയായിരിക്കാനല്ല സ്വർഗം തിരഞ്ഞെടുത്തത്, അധികാരിയായി. ഈ സന്ദേശം വർഷങ്ങൾക്ക് മുമ്പ് ദൂതന്മാരിലൂടെ ബൈബിളിൽ പ്രവാചകന്മാരിലൂടെ ഈ സന്ദേശം ലഭിച്ചെങ്കിലും കാലമായപ്പോൾ അതെങ്ങനെ നിവർത്തിച്ചു. ബെത്ലഹേമിലല്ല മറിയ താമസിച്ചിരുന്നത്. പക്ഷെങ്കിൽ പ്രവചനത്തിന്റെ നിവർത്തി ബെത്ലഹേമിൽ പോകണമെന്നുള്ളത് കൊണ്ട് അന്നത്തെ ഭരണകർത്താക്കന്മാരെ ദൈവം കരങ്ങളിലെടുക്കുവാനിടയായി. പേർവഴി ശാസ്ത്രമെന്നൊരു നിയമം കൊണ്ടുവരുവാനിടയാക്കിയിരുന്നു. നമുക്ക് വായിക്കുമ്പോൾ ലൂക്കോസ് 2-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ നമുക്ക് ആ ഭാഗം വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് അന്നത്തെ ഗവർണർ ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. ആ സമയം ജനമെല്ലാം അതത് പട്ടണങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ തുടങ്ങി. അവിടെ നോക്കുമ്പോൾ തിരിച്ചു വരുന്ന സംഭവമാണ് നമുക്ക് അതവിടെ കാണുവാൻ കഴിയുന്നത്. ഹേരോദാവ് ജനത്തെ നശിപ്പിക്കുവാൻ, കാരണം യേശുക്രിസ്തു രാജാവായി ജനിക്കുമെന്ന് ദൂത് മനസ്സിലാക്കിയ ഹേരോദാവ് മത്തായി 2-ാം അധ്യായം വരുമ്പോൾ കാണാം. ഹേരോദാവ് കൽപ്പന പുറപ്പെടുവിച്ചു, ആൺകുഞ്ഞുങ്ങളെ എല്ലാം നശിപ്പിച്ചു കളയണം. ആ കൽപ്പനയെ ഭയന്നുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് യാത്ര ചെയ്യുന്ന യോസഫിനെയും മറിയെയും കുഞ്ഞിനെയും നമുക്ക് കാണാൻ കഴിയും. ചില കാലയളവുകൾ മാറി 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 വിവിധ ഇടങ്ങളിലൂടെ യേശുവും കുഞ്ഞുമായി ഗർഭിണിയായ സമയം മുതലേ യാത്രയാ. നിന്റെ ജീവിതത്തിലെ യാത്രയിൽ യേശു നിന്റെ കൂടെയുണ്ട്. പലപ്പോഴും മനുഷ്യൻ പറയാറുണ്ട്, ഭാരം ചുമന്ന് യാത്രയാ. എന്തൊക്കെ യാത്രയിലൂടെ നീ കടന്നുപോയാലും അവിടെ വന്ന് വിടുവിക്കുവാൻ യേശു നിന്റെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കും. അവന്റെ ദൂതന്മാരുണ്ടായിരിക്കും. ബെത്ലഹേമിലോട്ട് കടന്നു പോകുന്ന യാത്രയിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് വീടുകളോ കൊട്ടാരങ്ങളോ ഒത്തിരി സ്ഥാപനങ്ങളോ ഉണ്ടായിരുന്നിട്ടല്ല, ഒന്നുമില്ല ഉണ്ടായിരുന്നിട്ട് സാക്ഷാൽ ദൈവമായവൻ പട്ടണത്തിൽ വഴിയമ്പലത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടി കിടത്തിയെന്ന് മത്തായി 2-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാം. അതുകൊണ്ട് ജനിച്ച സ്ഥലത്തിനോ പ്രാധാന്യമല്ല. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിനകത്തുനിന്ന് രക്ഷിതാവായി നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നാം ആണ് ഭാഗ്യമുള്ളവർ. ആ യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അതാ പ്രിയമുള്ളവരെ മനുഷ്യായുസിൽ ദൈവം തരുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ലൂക്കോസ്
വിഷയങ്ങൾ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുക. സ്വർഗം പറയുന്നു ഒന്നിനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ഒരു മഹാ സന്തോഷമായി ജീസസ് ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ ജനിച്ചതുപോലെ ജീവിതത്തിൽ അനുഭവത്തോടെ ജീവിച്ച മരിച്ച് ജീവിക്കുന്ന ഒരു ദൈവമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് യേശുവിനോടൊപ്പം നമുക്കൊന്നും ജീവിക്കാം. ഹല്ലേലൂയ. ഓരോ ദിവസവും യേശുവിനോടൊപ്പം നമ്മുടെ ജീവിതം മാറ്റിവെക്കാം. ഒത്തിരി ചിന്തകൾ അതോടെ ബന്ധത്തിൽ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൂതന്മാർ പണിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനം. നീ ദൈവപ്രസാദം തേടി യേശുവിനെ സ്വീകരിച്ചാൽ, യേശുവിന്റെ വഴിയിലൂടെ ജീവിച്ചാൽ, നീ അവന് പ്രസാദമുള്ള ആരാധനയായി നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ നീ അറിയാത്ത സമാധാനം നിന്റെ ജീവിതത്തിനകത്ത് വരും. രാജ്യങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. പട്ടണങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. വീട്ടിനകത്ത് സമാധാനം വരും. സമാധാന പ്രഭുവാണ് യേശു. ഹല്ലേലൂയ. ഒരു സന്ദേശം കൂടെ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ എന്റെ ദൗത്യത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ മാത്രം പ്രത്യേകതയാ ഗിരിപ്രഭാഷണങ്ങൾ യേശു പറഞ്ഞത്. എന്നെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമകനെ, നീ ഒരു ക്രിസ്മസ് ദിനത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിന്റെ സന്ദേശത്തെ നിരവധി പ്രാവശ്യം ഒരാഴ്ചയിലെങ്കിലും ഒരു ദിവസമെങ്കിലും വായിക്കാതെ പോകരുത്. മത്തായി 5:6-7 എന്ന് പറയുന്നത് യേശുവിന്റെ സകല ഉപദേശങ്ങളും അതിനകത്ത് കാണാൻ കഴിയും. അതിനപ്പുറം ഒന്നും ഈ ലോകത്തിലില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞ വാക്കുകളെ നീ അനുസരിക്കാൻ തയ്യാറായാൽ യേശുവിനോടൊപ്പം നിത്യതയിൽ നമുക്ക് വാഴാം. യേശു ഇന്ന് മുഴു ലോകത്തിന്റെയും രക്ഷയ്ക്കായി ഒരിക്കലായി ഈ ലോകത്തിൽ ജനിച്ചെങ്കിൽ ഇനി വരാൻ പോകുന്നത് താമസമില്ല, പാപം കൂടാതെ ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവരെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ യേശുവിന്റെ വഴിയിലൂടെ, യേശുവിന്റെ മാർഗത്തിലൂടെ ജീവിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനായി സഭയെ, കുടുംബങ്ങളെ, വ്യക്തികളെ ദൈവം ഒരുക്കട്ടെ. പേര് പള്ളിയിലുണ്ടെങ്കിൽ സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനിയായി ജനിച്ചെന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് ദിനത്തെ ആഘോഷിച്ചതുകൊണ്ട് സന്തോഷിച്ചതുകൊണ്ട് ദൈവം ഒരുക്കുന്ന ഭവനത്തിൽ പോകാൻ പറ്റത്തില്ല. യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് അവർക്ക് വേണ്ടി ആര് ജീവിതം മാറ്റിവെക്കാൻ യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുമോ അവരോടൊപ്പം യേശു ഉണ്ട്. അതിനായി സ്വർഗ്ഗമേ ഇടയാക്കട്ടെ.